ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. നമ്മുടെ തെങ്ങിനെ പ്രധാനമായിട്ടും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചെല്ലി, അതുപോലെ ചാഴി, അതുപോലെയുള്ള ജീവികളൊക്കെ വന്ന് നമ്മുടെ തെങ്ങിൻ്റെ മണ്ട നശിപ്പിച്ച് കളയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു മെഡിസിനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, കംപ്ലീറ്റ്ലി നാച്ചുറൽ ഓർഗാനിക് ആണെന്നാണ് അവർ പറയുന്നത്. ഇതൊരു ഹോമിയോ ഗുളികയാണ്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ തെങ്ങിന് വെക്കുകയാണെങ്കിൽ നമ്മുടെ തെങ്ങ് നല്ല രീതിയിൽ വളരുകയും നല്ല പോലെ കായ്ക്കുകയും ചെയ്യുന്നതായിരിക്കും. കാരണമല്ല, അതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല പച്ച നിറം വരുന്നതുമാണ് എന്നാണ് പറയുന്നത്. ഇത് കേട്ടോ, ഈ തെങ്ങൊക്കെ അങ്ങ് ശോഷിച്ചു ഒരു വളർച്ചയ്ക്ക് ഒരു നല്ലപോലെ അങ്ങോട്ട് വളർച്ചയില്ല. കാരണം തെങ്ങ് നല്ല പോലെ വളർന്ന് വന്നാലേ നമുക്ക് അതിന് നല്ല പോലെ കായ്ഫലമൊക്കെ ഉണ്ടാകത്തുള്ളൂ. തെങ്ങിന് വർഷത്തിൽ നമ്മൾ 2 പ്രാവശ്യമൊക്കെ വളമിട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. കാരണം ഈ വളരുന്ന ഒരു പ്രായത്തിൽ നമുക്ക് നല്ലപോലെ കണ്ട ഈ ഒരു സൈഡിലൊക്കെ വന്നാണ് സാധാരണ ചെല്ലിയും ചാഴിയും ഒക്കെ വന്നിരുന്ന് ചെമ്പൻ ചെല്ലിയൊക്കെയാണ് മെയിനായിട്ട് തെങ്ങിനെ നശിപ്പിച്ച് കളയുന്ന ഇത്. കാരണം ഇതിൻ്റെ കൂമ്പിന് അങ്ങോട്ട് കിളിച്ച് വരുന്നുണ്ടെങ്കിൽ നല്ലൊരു മധുരം, ഒരു സ്വീറ്റ്നെസ്സാണ്. അപ്പോൾ ആ ഒരു ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെല്ലിയൊക്കെ വന്ന് ഈ നമ്മുടെ തെങ്ങിനെ ആ കൂമ്പിനെയൊക്കെ തിന്ന് നശിപ്പിച്ച് കളയുന്നത്. അതുകൊണ്ട് നമ്മുടെ തെങ്ങ് പൂക്കാതെ വരുന്നു, അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിൻ്റെ പൂങ്കുല ഒടിഞ്ഞു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് യൂസ് ചെയ്യുന്നൊരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു SPC എന്ന് പറഞ്ഞൊരു കമ്പനി ബ്രാൻഡിൻ്റെ ഒരു ഹോമിയോ ആഗ്രോ കെയറിൻ്റെ കമ്പനിയാണത്. അവരുടെ ഒരു പ്രൊഡക്ഷനാണ് ഇത്. ഹോമിയോ ഗുളികകളാണ്, ചെറിയ ചെറിയ ഗുളികകളാണ്. ഇതിൻ്റെ അകത്ത് കുറേ ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഓൾറെഡി തീരാറായതാണ്. അപ്പോൾ ഞാൻ ഓർത്തത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഒരു 10-20 ഗുളിക, അത് കുഞ്ഞു തെങ്ങായതുകൊണ്ട് ഒരു 20 ഗുളികയോളം മതിയാകും. അത് നമ്മൾ ഒരു 1/2 ലിറ്ററോളം വെള്ളത്തിലേക്ക് നല്ലതുപോലെ അങ്ങോട്ട് കലക്കി കൊടുക്കണം. ഇത് വെള്ളത്തിൽ ഇടുന്ന ഉടനെ തന്നെ അരിഞ്ഞു പോകുന്ന ടൈപ്പ് ഗുളികകളാണ്. ഇത് സാധാരണയായിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു 10-20 ഗുളിക, ഇത് അത്ര ഹാംഫുൾ അല്ലാത്തത് കൊണ്ട് കരിഞ്ഞു പോവുകയോ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. 1-2 ഗുളിക കൂടിപ്പോയെന്ന് പറഞ്ഞ് ഇത് കരിഞ്ഞൊന്നും പോകത്തില്ല. കാരണം ഇത് ഹോമിയോ ആണ്, ഇത് നാച്ചുറൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3/4 ലിറ്ററോളം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കാരണം ഇതൊരു ചെറിയ തെങ്ങാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വലിയ തെങ്ങിൻ്റെ അളവ് അതിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കണം. പിന്നെ ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഈ ഗുളിക വെള്ളത്തിലേക്ക് ഇടുന്ന ഉടനെ തന്നെ ഇതങ്ങ് അലിഞ്ഞു പോകുന്ന ടൈപ്പാണ്. കണ്ടോ, അപ്പോൾ വെള്ളത്തിലിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, ഇതങ്ങ് അലിഞ്ഞോളും. ഒത്തിരി നേരം എടുക്കത്തൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞു കിട്ടും. അപ്പോൾ ഇത് അലിച്ചതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് നമ്മൾ വേരിലാണ് വെച്ച് കെട്ടേണ്ടത്. അല്ലാതെ നമ്മൾ സ്പ്രേ ചെയ്യുകയോ അങ്ങനെ ഒന്നുമല്ല ചെയ്യുന്നത്. ഇത് അതിൻ്റെ വേരിൽ വെച്ച് നമ്മൾ കെട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കെട്ടുമ്പോൾ ഈ വേരിൽ കൂടെ ഇതങ്ങ് അബ്സോർബ് ചെയ്തെടുക്കുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ തെങ്ങ് അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ തെങ്ങിൻ്റെ അകത്തൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് അതിന് ഒരു കയ്പ്പ് രസം പോലെ ഇതിൻ്റെ കൂമ്പിന് വരും. കാരണം നമ്മൾ ഈ ചെല്ലിയൊക്കെ വന്ന് കഴിക്കുന്ന അതിൻ്റെ സ്വീറ്റ്നെസ് കൊണ്ടാണല്ലോ. അതിന് ആ മധുരം അങ്ങ് മാറി അതിൻ്റെ കൂമ്പിന് ഒരു കയ്പ്പ് രസം പോലെ വരും. അങ്ങനെ കയ്പ്പ് രസം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെല്ലിയ ചാഴി അങ്ങനെയുള്ള ജീവികളൊന്നും തെങ്ങിൻ്റെ അടുത്തേക്ക് പോലും വരത്തില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നമുക്ക് തെങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ജീവികളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് വെച്ച് കെട്ടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ തെങ്ങിലാണ് നമ്മൾ കെട്ടാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ മണ്ണ് ഒന്ന് കിളച്ച് അതിൻ്റെ നല്ലൊരു വേര് നോക്കി നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ഓൾറെഡി കിളച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വേര് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇവിടെയൊക്കെയാണ് ചെല്ലിയൊക്കെ കയറി ഇങ്ങനെ ഇരിക്കും. മുട്ടയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് മുട്ടയിട്ട് പെരുകി നമ്മുടെ പരിസരത്തുള്ള മറ്റ് തെങ്ങുകളും ഒക്കെ നശിപ്പിച്ച് കളയും ഈ ചെല്ലിയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് എല്ലാവരും വാങ്ങി ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും മരുന്ന് ഇതുപോലെ നമ്മുടെ തെങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അതുകൊണ്ട് അത് കമൻറ്റ് ചെയ്യുന്ന പോലെ മറ്റു കൂട്ടുകാർക്കും അതുപോലെ എനിക്കും നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു വേര് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു വേരാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. കണ്ടോ, ഇപ്പം നമുക്ക് ഒന്ന് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലിക്വിഡ് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ഇതിലേക്ക് കയറ്റി കൊടുക്കുക.
അതായത് വേര് കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളത്തിലേക്ക് ഡിപ്പായി കിടക്കണം, മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വേണം നമ്മളിത് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതേപോലെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകണം. ഇനി നമ്മൾ അത് ഊരി പോകാത്ത പോലെ നല്ല വലിയൊരു കല്ല് പോലെ എന്തെങ്കിലും വെച്ചൊന്ന് വെള്ളം അങ്ങനെ പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ മണ്ണൊക്കെ ഇട്ട് മൂടി കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റ് തടമൊക്കെ എടുത്ത് നല്ല രീതിയിൽ തടമെടുത്ത് വളവും അതുപോലെ തന്നെ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് തെങ്ങിന് ഒത്തിരി നല്ലതാണ്. മറ്റ് തെങ്ങിനുള്ള വളങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും, അതൊക്കെ വാങ്ങി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തെങ്ങ് നല്ലതുപോലെ കായ്ക്കും. അതുപോലെ തന്നെ ഈ വേനൽ സമയത്ത് തെങ്ങിൻ്റെ ചുവട്ടിൽ നല്ലപോലെ പൊതയിട്ട് കൊടുക്കുന്നതും തെങ്ങിൻ്റെ ഒരു നല്ല രീതിയിൽ വളരാൻ അത് സഹായിക്കും. അത് മാത്രമല്ല നല്ലപോലെ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തെങ്ങ് നല്ലതുപോലെ കായ്ക്കും. മെയിനായിട്ട് നമ്മുടെ എപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെല്ലി, ചാഴി ഇതുപോലുള്ള വലിയ വലിയ ജീവികൾ വന്ന് നമ്മുടെ തെങ്ങിൻ്റെ കൂമ്പിനെ നശിപ്പിച്ച് കളയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, കാരണം അത് യാതൊരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. ഇപ്പോൾ ആ കയ്പ്പ് രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങയെ അഫക്റ്റ് ചെയ്തില്ല. നമ്മുടെ തേങ്ങയുടെ രുചിക്ക് ഒരു രുചിക്കും ഒരു മാറ്റവും വരത്തില്ല, കാരണം അതിൻ്റെ വെള്ളത്തിൻ്റെ കയ്പ്പ് രസം പോലെ തേങ്ങയ്ക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഈ വലിയ തെങ്ങുകൾക്കും ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. ഇത് നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. പിന്നെ ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്, എനിക്കറിയത്തില്ല. ഞാൻ ഇത് അവരുടെ ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.